ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 38. നമ്മൾ ഇതുവരെ സഭാപിതാക്കന്മാർ ലിറ്റർജിയെക്കുറിച്ച് നൽകിയ സാക്ഷ്യങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമത്തിൽ ലിറ്റർജിയുടെ ഘടകം കാണുകയാണ്. ഞാനൊന്ന് സൂചിപ്പിക്കാം. മുൻപൊരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടി കാണേണ്ടതുണ്ട്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണല്ലോ ഉള്ളത്. ആ പുസ്തകങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്ന രീതി നോക്കിയാൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ 4 സുവിശേഷങ്ങളും അപ്പസ്തോല നടപടിയും സ്ലീഹന്മാരുടെ നടപടി. 5 പുസ്തകങ്ങൾ ചരിത്രമാണ്, ഹിസ്റ്റോറിയ എന്ന് പറയും. ഹിസ്റ്റോറിയ ചരിത്രം. 4 ക്രിസ്തുധർമ്മത്തിൻ്റെ സ്ഥാപകനായ ക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും, 1 സഭയുടെ അവൻ സ്ഥാപിച്ച സഭയുടെ നേതാക്കന്മാരെക്കുറിച്ചും അവരുടെ ചരിത്രം. സവിശേഷമായി പത്രോസ്, പൗലോസ്, യാക്കോബ്, യോഹന്നാൻ, ഇവരുടെ ചരിത്രമാണ്. അതായത് പാലസ്തീനയിൽ നിന്നും റോമാ സാമ്രാജ്യത്തിലേക്ക് സുവിശേഷം പ്രചരിക്കുന്നതിൻ്റെ ചരിത്രം. കിഴക്കോട്ടുള്ള ചരിത്രം അവിടെ ഇല്ല. കിഴക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലസ്തീന കുറച്ചൊക്കെ ഉണ്ട്, ഏഷ്യ മൈനർ വരെ. അവിടെ നിന്നും പൗരസ്ത്യ നാട്ടിലേക്ക് പോയത് തോമസ് ലീഗയാണ്. ആ ചരിത്രം അവിടെ ഇല്ല. അപ്പോൾ പടിഞ്ഞാറോട്ടുള്ള ചരിത്രമാണ് കൂടുതലും. ഈ 5 പുസ്തകങ്ങൾ ഹിസ്റ്റോറിയ എന്ന് പറയും. ഞാൻ ആവർത്തിക്കുകയാണ്. 4 സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, ക്രിസ്തുവിനെക്കുറിച്ച്, സ്ഥാപകനെക്കുറിച്ച്, പിന്നെ ഏറ്റവും ആദ്യത്തെ നേതാക്കന്മാരെക്കുറിച്ച് 1 സ്ലീഹന്മാരുടെ നടപടി അല്ലെങ്കിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ. 5 പുസ്തകങ്ങൾ ഹിസ്റ്റോറിയ, ചരിത്രം. അതായത് സ്ഥാപകൻ്റെയോ സ്ഥാപക നേതാക്കന്മാരുടെയോ ചരിത്രം. പിന്നത്തെ പുസ്തകങ്ങൾ 14 പൗലോസിൻ്റെ ലേഖനങ്ങൾ. അതിൽ ഹെബ്രായ ലേഖനം പൗലോസിൻ്റെ പേരിലാണ് ലിറ്റർജിയിൽ അറിയപ്പെടുന്നത്. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് പൗലോസ് അല്ല അതിൻ്റെ രചയിതാവ് എന്നൊക്കെയാണ് പലരും പറയുന്നത്. പക്ഷേ ലിറ്റർജിയിൽ ഇപ്പോഴും ഹെബ്രായ ലേഖനം പൗലോസിൻ്റെതായി തന്നെ കിടക്കുന്നത്. ലിറ്റർജിയാണ് കൂടുതൽ വിശ്വസനീയം എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. എനിവേ, അതേതായാലും പൗലോസിൻ്റെ ലേഖന കൂട്ടത്തിലാണ്. 14 ലേഖനങ്ങൾ പൗലോസിൻ്റെ. അത് പകുതി കാതോലിക ലേഖനങ്ങൾ 7. അപ്പോൾ 14 7 21 ലേഖനങ്ങൾ. പഴയ നിയമത്തിൽ ചില ലേഖനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു പുസ്തകവും ലേഖനം എന്നറിയപ്പെടുന്നില്ല. പുതിയ നിയമത്തിൽ 14 ലേഖനങ്ങൾ പൗലോസിൻ്റേതും 7 ലേഖനങ്ങൾ കാതോലിക ലേഖനങ്ങൾ. 14ന്റെ പകുതിയാണ് കാതോലിക ലേഖനങ്ങൾ. അങ്ങനെ 21 ലേഖനങ്ങൾ. അതിനെ തിയോറിയ എന്ന് പറയും. തിയോറിയ അതായത് സ്ഥാപകനെക്കുറിച്ചുള്ള വ്യാഖ്യാനം. സ്ഥാപകൻ എന്താ, അവൻ്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം, അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം, അവൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള വ്യാഖ്യാനം. എന്താണ് യേശുക്രിസ്തു എന്ന രഹസ്യത്തിൻ്റെ, അവൻ്റെ പരസ്യ ജീവിതത്തിൻ്റെയും അവൻ്റെ മരണത്തിൻ്റെയും അവൻ്റെ ഉത്ഥാനത്തിൻ്റെയും അവൻ നൽകിയ പരിശുദ്ധാത്മാവിൻ്റെയും രഹസ്യം, അതിൻ്റെ അർത്ഥം എന്ത്, അതിലൂടെ മനുഷ്യർക്ക് കൈവരുന്ന കാര്യങ്ങൾ എന്ത്, ഇത് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഈ 14 7 21 പുസ്തകങ്ങളിലൂടെ. അതിനെ തിയോറിയ എന്ന് പറയും. പിന്നെ ഒരു പുസ്തകം ബാക്കിയുണ്ട്. ഏതാണ്? യോഹന്നാൻ്റെ വെളിപാട്. യോഹന്നാൻ്റെ വെളിപാട് എന്താണ്? നമ്മൾ വളരെ ദീർഘമായിട്ട് മുൻപ് ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഘടന ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുർബാനയിലുള്ള, അത് ലത്തീൻ കുർബാനയിലും സീറോ മലബാർ സഭയുടെ കുർബാനയാണെങ്കിലും മറ്റേത് കുർബാനയാണെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായ സ്ട്രക്ചർ, ഘടന ഈ വെളിപാട് പുസ്തകത്തിലുള്ള കാര്യം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിശദാംശങ്ങളിൽ പോകാതെ ഞാൻ പറയാം. സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റർജി, അതായത് സഭയുടെ ചരിത്രം സ്വർഗത്തിൽ നോക്കിയാൽ അങ്ങനെ ഇരിക്കും. അതാണ് വെളിപാട് ഗ്രന്ഥം. അപ്പസ്തോലന്മാരുടെ നടപടി ഗ്രന്ഥം എന്താണ്? സ്ലീഹന്മാരുടെ നടപടി ഗ്രന്ഥം. സഭയുടെ ചരിത്രം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ, സഭയുടെ ചരിത്രം സ്വർഗത്തിൽ നോക്കുമ്പോൾ അതെങ്ങനെയിരിക്കും? അത് ലിറ്റർജിയുടെ രൂപമായിരിക്കും. അതാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ട് മിക്കവാറും എല്ലാ സഭാപിതാക്കന്മാരും പറഞ്ഞത് വെളിപാട് പുസ്തകം സഭയുടെ ലിറ്റർജിയാണ്. ലൈത്തുർഗിയ. ലിറ്റർജി എന്ന വാക്കിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്: ആദ്യം ഹിസ്റ്റോറിയ, ചരിത്രം, 5 പുസ്തകങ്ങൾ. പിന്നെ തിയോറിയ, ഈ ചരിത്രത്തിൻ്റെ വ്യാഖ്യാനം. തിയോറിയ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ഫൗണ്ടേഴ്സ്, അവരുടെ ലൈഫും മരണവും ഉത്ഥാനമൊക്കെ. പിന്നെ ലൈത്തുർഗിയ എന്ന് പറഞ്ഞാൽ ലിറ്റർജി. ഈ ചരിത്രവും പിന്നെ അതിൻ്റെ വ്യാഖ്യാനവും റീഇൻഫോഴ്സ് ചെയ്യുകയാണ്, പുനരവതരിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ഓർമ്മപ്പെടുത്തലും ഓരോ വീണ്ടും അതിൽ ജീവിക്കുകയാണ്, പുനർജീവിതമാണ്. അതായത് പുനർജീവിതം എന്ന് വെച്ചാൽ വേറെ മരിച്ചിട്ടുള്ള പുനർജീവിതം അല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ വീണ്ടും പോകുകയാണ്. ചരിത്രത്തിൻ്റെ ഉള്ളിലൂടെ വീണ്ടും പോകാൻ ലിറ്റർജിക്ക് മാത്രമേ കഴിയൂ. ചരിത്രം ആവർത്തിക്കാൻ കഴിയില്ല.
പക്ഷേ ചരിത്രത്തിൻ്റെ ഉള്ളിലൂടെ പോകാൻ ലിറ്റർജിയിലൂടെ കൂതാശകൾ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് ലിറ്റർജി അല്ലെങ്കിൽ കൂതാശകൾ സ്ഥാപിച്ചത്. ചരിത്രത്തിൻ്റെ ഉള്ളിലൂടെ പോകാൻ കൂതാശികൾക്കേ കഴിയൂ. അപ്പോൾ അതാണ് അവസാനത്തെ പുസ്തകം. ചരിത്രം, വ്യാഖ്യാനം, പിന്നെ അതിൻ്റെ ലിറ്റർജി. ഇങ്ങനെ ഈ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളുടെ ക്രമം തന്നെ ഈ ലിറ്റർജിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുക. അതിൻ്റെ ക്ലൈമാക്സ് ലിറ്റർജിയാണ്. ചരിത്രവും വ്യാഖ്യാനവും ലിറ്റർജിയിലേക്ക് നയിക്കുന്നു. ലിറ്റർജിയിൽ നിന്ന് വ്യാഖ്യാനവും ചരിത്രവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ ചരിത്രം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഓർക്കണം. സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ സഭയുടെ ചരിത്രം എങ്ങനെ ഇരിക്കും, അതായത് ഇപ്പോഴത്തെ ചരിത്രവും ലോകാവസാനം വരെ ചരിത്രവും, അതാണ് ലിറ്റർജിയുടെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ കുർബാനയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ വെളിപാട് പുസ്തകത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. കാരണം നമ്മുടെ ലിറ്റർജിയിലെ ഒരുപാട് ഘടകങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. കാരണം അതാണ് ലിറ്റർജി, സഭയുടെ ഔദ്യോഗിക ലിറ്റർജിയുടെ ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് വെളിപാട് പുസ്തകം. അതുകൊണ്ടാണ് സ്കോട്ട് കാൻ എന്ന് പറയുന്ന, അദ്ദേഹം എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അദ്ദേഹം പറയുന്നത് ഈ ലാംസ് സപ്പർ കുഞ്ഞാടിൻ്റെ അത്താഴം, അത് വെളിപാട് പുസ്തകത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അത് ദ ഹോളി മാസ് ആസ് ഹെവൻ ഓൺ എർത്ത്. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉപയോഗിച്ചൊരു വാക്കാണ് ഉപയോഗിച്ചത്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ സ്വർഗം ഭൂമിയിലേക്ക് വരുന്നതാണ്, ദൈവം ഭൂമിയിലേക്ക് വരുന്നതാണ് വിശുദ്ധ കുർബാന. ഞാൻ ഉപയോഗിച്ച വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മനുഷ്യാവതാരത്തിൻ്റെ നൈരന്തര്യമാക്കപ്പെടലാണ് വിശുദ്ധ കുർബാന. ഇല്ലയോ, ലോകാവസാനം വരെ ഈ മനുഷ്യാവതാരം ലോകാവസാനം വരെ നൈരന്തര്യമാക്കപ്പെടണം, പെർപ്പച്വേറ്റ് ചെയ്യപ്പെടണം. അതാണ് വിശുദ്ധ കുർബാന. ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞത് എന്താണ്? ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെ പൂർവാസ്വാദനമാണ്, മുൻ ആസ്വാദനമാണ്. ഒരു പൂർവ്വ ടേസ്റ്റ്, ഒരു ഫോർ ടേസ്റ്റ്, അത് മുൻകൂട്ടി ആസ്വദിക്കുകയാണ്, മുൻകൂട്ടി രുചിച്ചറിയുകയാണ് വിശുദ്ധ കുർബാനയിൽ. ഒന്നാമത്തെ ആഗമനത്തിനും രണ്ടാമത്തെ ആഗമനത്തിനും ഇടയിൽ ഒരു ഇടക്കാല ആഗമനമെന്നാണ് ക്ലെയർബോയിൽ വിശുദ്ധ ബെർണാർഡ് പറഞ്ഞത്. ക്ലെയർബോയിൽ വിശുദ്ധ ബെർണാർഡ്, ഇടക്കാല ആഗമനം, അതാണ് വിശുദ്ധ കുർബാന. ഇത് പുതിയ നിയമത്തിൻ്റെ പുസ്തകങ്ങളുടെ ക്രമത്തിൽ തന്നെ ഉണ്ടെന്നാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. നമുക്കിനി ലിറ്റർജിയെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കടക്കുകയാണ്. അതിനാമുഖമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഒന്നുകൂടി കേൾക്കുക. 5 പുസ്തകങ്ങൾ ചരിത്രം, പിന്നെ 21 പുസ്തകങ്ങൾ ചരിത്രത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം, അവസാനത്തെ ഒരേ ഒരു പുസ്തകം ലിറ്റർജി. ഇങ്ങനെയാണ് പുതിയ നിയമം പോലും ഇങ്ങനെ ക്രമപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ലിറ്റർജിക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ടെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ലിറ്റർജിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. വിശുദ്ധ കുർബാനയും മറ്റു കൂതാശകളൊക്കെയാണ് പ്രധാനമായും നമ്മൾ സൂചിപ്പിക്കുന്നത്. അതിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. അതിലൂടെ ഈ പുതിയ നിയമത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതിലൂടെ ക്രിസ്തുവിൻ്റെ ചരിത്രത്തിലൂടെയും ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ച ചരിത്രത്തിലൂടെയും ആ വ്യാഖ്യാനങ്ങളൊക്കെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ സ്വർഗവും ഭൂമിയും പിന്നെ അധോലോകവും എല്ലാം സമ്മേളിക്കുകയാണ് ഈ ലിറ്റർജിയിൽ. കാരണം വചനം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു, പാതാളത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ സകല ലോകത്തെയും ബന്ധിപ്പിക്കുന്ന വചനത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് വിശുദ്ധ ലിറ്റർജിയിൽ. ഈ ഒരു ബോധത്തോടെ ലിറ്റർജി പങ്കെടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.